إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളുടെ പരസ്പര ബന്ധങ്ങളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. അതിന്റെ ഭാഗമായി ഹദീസ് ഗ്രന്ഥങ്ങളിലും അതല്ലാത്ത ഗ്രന്ഥങ്ങളിലുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസികൾക്കിടയിൽ പരസ്പരമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുക, സുൽഹ്, സന്ധി ഉണ്ടാക്കുക എന്ന് പറയുന്ന വിഷയം. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ടാണ് വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളെ നന്നാക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലെ 114-ാമത്തെ ആയത്തിൽ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അവരുടെ, അതായത് മനുഷ്യരുടെ സ്വകാര്യ സംസാരങ്ങളിൽ അധിക സംസാരങ്ങളിലും യാതൊരു ഖൈറും നന്മയുമില്ല. എന്നാണ് മനുഷ്യന്റെ സംസാരങ്ങൾ പ്രത്യേകിച്ച് സ്വകാര്യമായി നടത്തുന്ന, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നജ്വ, പരസ്പരമുള്ള സ്വകാര്യ സംസാരങ്ങളിൽ പലതിലും ഒരു ഖൈറുമില്ലാത്തതാണ്. എന്നാൽ എന്തിലാണ് ഖൈറുള്ളത്? അമറ ബി സദഖത്തിൻ, ഒരാൾ ഒരു ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു സംസാരം, അല്ലെങ്കിൽ ഒരു നന്മ പ്രവർത്തിക്കാൻ, മഅറൂഫ് പ്രവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരു സംസാരം, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സുൽഹ്, രജ്ഞിപ്പുണ്ടാക്കുവാൻ ഉള്ള സംസാരം ഒഴികെ മറ്റ് സ്വകാര്യ സംസാരങ്ങളിൽ അധിക സംസാരങ്ങളും ഒരു ഖൈറുമില്ലാത്തതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഉപകാരപ്രദമായ സംസാരങ്ങളിൽ 3 കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഒന്ന്, സദഖ ചെയ്യാൻ കൽപ്പിക്കുക എന്നതാണ്. ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്നത് ഒരു സദഖയാണ്. നന്മ ചെയ്യാൻ കൽപ്പിക്കലും ഒരു സദഖയാണ്. അത് രണ്ടിലും പെട്ട കാര്യമാണ് ജനങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്ന് പറയുന്നത്. മഅറൂഫിലും പെട്ടു, സദഖയിലും പെട്ടു. പക്ഷേ മൂന്നാമതായി അല്ലാഹു ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുക എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണ്? സദഖയിൽപ്പെട്ടതും മഅറൂഫിൽപ്പെട്ടതുമായ കാര്യം തന്നെയാണെങ്കിലും അതിനെ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞത് ലി ഷറഫിഹി, വിശ്വാസികൾക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുന്നതിന്റെ ശ്രേഷ്ഠത കാരണത്താലാണ് എന്ന് പല പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളുമൊക്കെ സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. കാരണം മുസ്ലിംകൾക്കിടയിൽ മാനസികമായ ഐക്യവും പൊരുത്തവും ഉണ്ടാക്കുക എന്ന് പറയുന്നത് മിൻ അഫ്ളലിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. ഇനി ഇസ്ലാഹ്, നമ്മൾ സാധാരണ നാട്ടിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക, രണ്ടാൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു മസ്ലഹത്ത് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കും. മസ്ലഹത്ത് എന്ന വാക്കിനർത്ഥം നന്മ, ഗുണം, മേന്മ, ഉപകാരം, അങ്ങനെ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മുടെ മലയാളത്തിൽ അത് സുൽഹ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോ തകരാറുള്ളിടത്ത് കേട് തീർത്ത് നന്നാക്കുക, അതാണ് ഇസ്ലാഹ്. ഖുർആൻ ഉപയോഗിച്ച വാക്കും അതാണ്, ഇസ്ലാഹ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ആളുകൾക്കിടയിൽ എന്തെങ്കിലും മതപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തർക്കം തീർക്കുക എന്നതല്ല, മറിച്ച് അൻ യകൂന ബൈന ശഖ്സൈനി മുആദാത്ത് വ ബഗ്ള, 2 വ്യക്തികൾക്കിടയിൽ, വ്യക്തിയാണെങ്കിലും 2 സമൂഹമാണെങ്കിലും 2 ഗോത്രങ്ങളാണെങ്കിലും 2 കുടുംബമാണെങ്കിലും ശരി, 2 കക്ഷികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾക്കിടയിൽ മുആദാത്ത് വൽ ബഗ്ള, പരസ്പര ശത്രുതയും വിദ്വേഷവും ഉണ്ടായാൽ ഒരാള് ഈ 2 കൂട്ടർക്കിടയിൽ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തുന്നു. അതിനാണ് ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇടയിലുള്ള, ആ പ്രയോഗം തന്നെയാണ്. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്. ദാത്തിൽ ബൈൻ എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള തകരാറിനെ ശരിയാക്കുക എന്നാണ്. അപ്പോ 2 ആളുകൾക്കോ 2 കുടുംബങ്ങൾക്കോ 2 ഗോത്രങ്ങൾക്കോ 2 രാജ്യങ്ങൾക്കോ ഒക്കെ ആകാം, അവക്കൊക്കെ ഇടയിലുണ്ടാകുന്ന എന്തെങ്കിലും തകരാറുകൾ, യോജിപ്പില്ലായ്മയുണ്ടെങ്കിൽ അതിനെ നേരെയാക്കുക എന്നതാണ്. അതല്ലാതെ മതപരമായ ഒരു വിഷയത്തിൽ വിധി പറയുന്നതിനല്ല ഇസ്ലാഹ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ആരെ തമ്മിലാണോ നന്നാക്കുന്നത്, അത് ഏറ്റവും അടുത്ത ബന്ധമുള്ള കുടുംബക്കാരോ ബന്ധുക്കളോ ആയ ആളുകളാണെങ്കിൽ ഫഇന്ന സുൽഹ ബൈനഹുമാ ഔഖദ്, അടുത്ത ബന്ധുക്കൾക്കിടയിൽ, അടുത്ത ആളുകൾക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബലപ്പെട്ട കാര്യമാണ്. കാരണം അടുത്ത ആളുകൾ അകൽച്ചയിലേക്ക് പോയാൽ അത് കൂടുതൽ ഫസാദ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും അടുത്തവരാണെങ്കിൽ അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാഹ് എന്ന് പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ്, നമസ്കാരം, സ്വതക്ക
ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു അമല് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നബി ചോദിച്ചു. സഹാബികൾ അതെ എന്ന് പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാഹു ദാത്തിൽ ബൈൻ, തമ്മിലുള്ള പ്രശ്നങ്ങളെ നന്നാവുക അല്ലെങ്കിൽ നന്നാക്കുക എന്നതാണ് നമസ്കാരം, നോമ്പ്, സദഖ എന്നതിനേക്കാൾ മെച്ചപ്പെട്ട കാര്യം. കാരണം എന്താ? ഫഇന്ന ഫസാദ ദാത്തിൽ ബൈൻ ഹിയൽ ഹാലിഖ, വ്യക്തികൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഫസാദ്, കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഹാലിഖത്തുൻ, ഹലക്ക എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുന്നതാണ്, അത് മുണ്ഡനം ചെയ്യുന്നതാണ്. എന്നിട്ട് അതേ ഹദീസ് തന്നെ വേറൊരു റിവായത്തായി കൊടുത്തു കാണാം, ലാ അഖുൽ തഹ്ലീഖു ശഅർ, മുണ്ഡനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുടിയെ ചുരണ്ടിക്കളയും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഷേവ് ചെയ്യുകയല്ല, മറിച്ച് എന്തിനെ ഷേവ് ചെയ്ത് കളയും? വലാകിൻ തഹ്ലീഖുദ്ദീന, മതത്തെ അത് മുണ്ഡനം ചെയ്യും. അപ്പൊ മുടി കളഞ്ഞാൽ മുടി പോകുന്നത് പോലെ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന പരസ്പരം യോജിപ്പില്ലായ്മ കൊണ്ട് ദീൻ തന്നെ ചുരണ്ടിപ്പോക്കപ്പെടും, മുണ്ഡനം ചെയ്യപ്പെടും എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചതായി ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസ് കാണാം. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മതത്തെ തന്നെ, വിശ്വാസത്തെ തന്നെ ചുരണ്ടിക്കളയുന്ന ഫസാദാണ് മുസ്ലിങ്ങൾക്കിടയിൽ യോജിപ്പില്ലാതിരിക്കുക എന്ന് പറയുന്നത്. സൂറത്തുൻ നിസായിലെ 128-ാമത്തെ ആയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം നുസൂസ്, ഏറാൽ, ഒരാളെ അവഗണിക്കുക, തിരിഞ്ഞു കളയുക, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളേക്കാൾ ഞാനാണ് മെച്ചം എന്ന നിലക്ക് ഭാര്യ ഭർത്താക്കന്മാർ പെരുമാറുക, അങ്ങനെ പരസ്പരം ഉണ്ടാകുന്ന അകൽച്ചയും അവഗണനയും വല്ല പെണ്ണുങ്ങളും ഭയപ്പെട്ടാൽ, ഭാര്യ ഭയപ്പെടുകയാണെങ്കിൽ, അപ്പോ ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സുൽഹുണ്ടാക്കുക എന്ന് പറയുന്നത് കുറ്റമുള്ള കാര്യമല്ല. എന്നിട്ടെന്താ പറയുന്നത്? അയ്യുസ്ലിഹാ ബൈനഹുമാ സുൽഹൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇസ്ലാഹ്, പുതിയാപ്പിളയും പുതിയണ്ണും തമ്മിലുള്ള യോജിപ്പില്ലായ്മ നന്നാക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയണു വസ്സുൽഹു ഖൈറുൻ, സുൽഹ്, സന്ധിയുണ്ടാക്കുക, യോജിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാകുന്നു. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക, പുതിയാപ്പിളയും പുതിയണ്ണും തമ്മിൽ വല്ല പണക്കുണ്ടായാൽ യോജിപ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, വസ്സുൽഹു ഖൈറുൻ, സുൽഹ് എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. അപ്പൊ ബാപ്പയും മക്കളും തമ്മിലാണെങ്കിലും ശരി, ബാപ്പയും ഉമ്മയും തമ്മിലാണെങ്കിലും ശരി, ഇനി സഹോദരന്മാർ തമ്മിലാണെങ്കിലും ശരി, വല്യാപ്പയും മക്കളും പേരക്കുട്ടികൾ തമ്മിലാണെങ്കിലും ശരി, രണ്ട് കുടുംബങ്ങൾ തമ്മിലാണെങ്കിലും ശരി, അയൽപക്കക്കാർ തമ്മിലാണെങ്കിലും ശരി, രണ്ട് ഗോത്രക്കാർ തമ്മിലാണെങ്കിലും ശരി, ആർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും യോജിപ്പുണ്ടാക്കുക, സുൽഹുണ്ടാക്കുക എന്ന് പറയുന്നത് ഖൈറുൻ. അപ്പൊ ഇസ്ലാമിന്റെ പൊതുതത്വമാണ് ആർക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഫസാദ് ഉണ്ടെങ്കിൽ, തമ്മിൽ സന്ധിയില്ലാത്ത, പൊരുത്തമില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നന്നാക്കി തീർക്കണമെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു യോജിപ്പുണ്ടാകണമെങ്കിൽ എന്ത് വേണം? തൊട്ട് ശേഷം അല്ലാഹു ഈ ആയത്തിന്റെ തന്നെ സൂചിപ്പിക്കുന്നത് സുൽഹാണ് ഖൈർ വഉഹ്ളിറത്തിൽ അൻഫുസു ശുഹ, എന്നാൽ മനുഷ്യന്റെ മനസ്സുകളിൽ ഷുഹ്, പിശുക്ക് എന്ന് പറയുന്നത് ഹാജരാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ശൈഖ് ഉസൈമീൻ തന്നെ വിശദീകരിക്കുന്നത് കാണാം. സുൽഹാണ് ഖൈർ, പക്ഷെ മനുഷ്യന്റെ മനസ്സിൽ പിശുക്ക് കുടിയിരുത്തപ്പെട്ടിട്ടുണ്ട്, ഹാജരാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിലും ഒന്നല്ലെങ്കിൽ ഒരു തലക്കുള്ള പിശുക്കുണ്ടാവും. എന്നിട്ട് ശൈഖ് ഉസൈമീൻ വിശദീകരിക്കാൻ, മനുഷ്യന്റെ സ്വഭാവം പൊതുവിൽ ഇതാണ്, എന്റേത് പൂർണ്ണമായി കിട്ടണം, ഞാൻ പറയുന്നത് എന്റെ അവകാശങ്ങൾ പൂർണ്ണമായി കിട്ടണം എന്ന് രണ്ടുപേരും ആഗ്രഹിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അങ്ങനെ ആഗ്രഹിച്ചാൽ രണ്ടാളും ലൂസാകാതെ, അയവ് വരുത്താതെ പിടിച്ചേടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ സുൽഹുണ്ടാവില്ല. അത് മനുഷ്യ മനസ്സിന്റെ സ്വഭാവമാണ്. ഈ ഒരു പിശുക്ക്, എന്റേത് ഒരൽപ്പം പോലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നാണെങ്കിൽ പിന്നെ അവിടെ സുൽഹുണ്ടാവുകയില്ല. അപ്പോ ലാക്കിൻ ഇദാ തനാസല കുല്ലു വാഹിദിൻ മിൻകുമാ അമ്മാ യുരീദു വഗലബ ശുഹ നഫ്സിഹി, തന്റെ മനസ്സിന്റെ ഈ പിശുക്കിനെ തോൽപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് രണ്ട് പക്ഷവും അല്പം ഒരു തനാസുൽ എന്ന് പറഞ്ഞാൽ ഗൾഫ് പോയവർക്ക് മനസ്സിലാവും, കഫീലിനെ മാറുന്ന പരിപാടിക്കാണ് തനാസുൽ എന്നറിയാം. ഒരു കഫീലിൽ നിന്ന് വേറെ കഫീലിനെ മാറാണെങ്കിൽ അയാളെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാന്നാണ്. തന്റെ അവകാശങ്ങളൊക്കെ മാറ്റിയിട്ട് വേറൊരാളെ പിന്നെ തനാസുൽ എന്നറിയാം. അപ്പൊ ഒരാൾക്ക് കിട്ടാനുള്ള അവകാശത്തെ, തനിക്ക് കിട്ടാനുള്ള അവകാശത്തെ ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. അത്ര തന്നെ വേണമല്ലോ, ഞാൻ കുറച്ച് വിട്ടു തന്നു. അപ്പൊ മറ്റവൻ പറയാണ് ഞാനും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാം. അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? സുൽഹുണ്ടാവുകയുള്ളൂ. ആ വിട്ടുവീഴ്ച കാണിക്കാൻ മനുഷ്യന്റെ മനസ്സിന്റെ പിശുക്ക് സമ്മതിക്കുകയില്ല. അപ്പോ ഇങ്ങനെയുള്ള മനസ്സിന്റെ പിശുക്കിനെ മാറ്റിവെച്ച് തനിക്ക് കിട്ടാനുള്ളത് ഞാൻ കുറച്ച് വിട്ടു, അല്ലെങ്കിൽ അപ്പറഞ്ഞ് ഞാൻ വിട്ടു, ഇപ്പറഞ്ഞ് വിട്ടു എന്ന് രണ്ടൂട്ടരും പറയുമ്പോൾ സുൽഹുണ്ടാവും. അങ്ങനെ സുൽഹുണ്ടാക്കണം എന്നാകുന്നു ഈ ആയത്തിലൂടെ എല്ലാ വിഷയത്തിലും പറയുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇത് വ്യക്തികൾ തമ്മിലുള്ള നേരത്തെ പറഞ്ഞ ഇസ്ലാഹ് ദാത്തിൽ ബൈനാൻ. ഒരു മതവിധിയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ശരിയോ തെറ്റോ, ദീനിൽ പാടുള്ളതോ പാടില്ലാത്തതോ, ഈമാനാണോ കുഫ്റാണോ, തൗഹീദാണോ ശിർക്കാണോ, സുന്നത്താണോ ബിദ്അത്താണോ എന്ന വിഷയത്തിൽ വിട്ടുവീഴ്ച പറ്റുമോ? അതിൽ വിട്ടുവീഴ്ചല്ല. അതിൽ ഇത് ഞാൻ കുറച്ച് ബിദ്അത്താണെന്നുള്ളത് ഞാൻ ബിദ്അത്തല്ല എന്ന് പറയാം, മറ്റത് സുന്നത്താണെന്നുള്ളത് ഞാൻ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുക, ഞാൻ സുന്നത്തല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഈമാനിൽപ്പെട്ടൊരു കാര്യം അത് ഈമാനിൽ പെട്ടതല്ല എന്ന് ഞാൻ പറയാം, കുഫറിൽപ്പെട്ടൊരു കാര്യം അല്ല അത് കുഫറല്ല എന്ന് ഞാൻ പറയാം. അങ്ങനെ ഒരു യോജിപ്പില്ല. അത് മതത്തിന്റെ വിഷയമാണ്, അത് വേറെ.
അത് പിന്നെ പറയാം. ഇത് വ്യക്തികൾക്കിടയിലുള്ള വിഷയത്തിൽ അല്പസ്വല്പം വിട്ടുവീഴ്ച കാണിച്ചാൽ സുൽഹിലേക്ക് എത്താൻ സാധിക്കും. ഇനി സൂറത്തുൽ അംഫാലിലെ 1-ാമത്തെ ആയത്തന്നെ ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വിശ്വാസികളോട് പ്രത്യേകം വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാൻ വാസ്ലിഹു ദാത ബൈനിക്കും. സൂറത്തുൽ അംഫാൽ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധവും അതിന്റെ ചരിത്രവും അതിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന സൂറത്താണ്. ആ സൂറത്തിന്റെ 1-ാമത്തെ ആയത്തന്നെ വിശ്വാസികളോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വാസ്ലിഹു ദാത ബൈനിക്കും, വിശ്വാസികളെ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ സുൽഹുണ്ടാക്കണം, നന്മ വരുത്തണം, തമ്മിൽ അകൽച്ച പാടില്ല. അതിനെന്ത് വേണം? വാതിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നതോ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പൊ ഈമാൻ ഉള്ളവനോടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരസ്പരമുള്ള പണക്കവും അതുപോലെ തന്നെ ശത്രുതയും പകയും വിദ്വേഷവും ഒക്കെ മാറ്റി പരസ്പരമുള്ള ബന്ധങ്ങൾ നന്നാക്കി അതിലേക്കെത്താൻ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന 3 കൽപ്പനകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. അതിനെ ഈമാനുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇനി സൂറത്തുൽ ഹുജറാത്ത് 9-10 ആയത്തുകൾ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ എന്നാണ്. ആരെങ്കിലും തല്ലൂടിയാൽ എന്നല്ല, വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന. കണ്ടോ, ഫാസിഖീങ്ങൾ തമ്മാടികൾ എന്നല്ല ഉപയോഗിച്ചത്. സത്യവിശ്വാസികളിൽപ്പെട്ട 2 വിഭാഗങ്ങൾ തമ്മിൽ ഇഖ്തതലു, പരസ്പരം ഷണ്ഠ കൂടിയാൽ, യുദ്ധം ചെയ്താൽ, ഫഅസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ യോജിപ്പുണ്ടാക്കണം. അപ്പൊ പരസ്പരം തല്ലുകൂടുന്നവനും പരസ്പരം യുദ്ധം ചെയ്താലും 2 മുസ്ലിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി 2 മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കുക. ഓല അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസികളിൽപ്പെട്ട 2 കക്ഷികൾ എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസികളിൽപ്പെട്ട 2 കക്ഷികളാണ് അടിയുണ്ടാക്കുന്നത് എങ്കിൽ അവരങ്ങനെ തല്ലുടിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ട. ഫാസ്ലിഹു ബൈനഹുമാ, അവർക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാക്കണം. ഇനി സുൽഹ് ലംഘിച്ചവൻ സുൽഹുണ്ടാക്കി എന്നിട്ട് സുൽഹ് ലംഘിക്കുകയാണെങ്കിൽ ലംഘിച്ചവനോട് സുൽഹിലേക്ക് തിരിച്ചു വരുന്നത് വരെ യുദ്ധം ചെയ്യണം എന്നാണ് തൊട്ടുശേഷം പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാൻ ഫാസ്ലിഹു ബൈനഹുമാ ബിൽ അജ്ലി വഖ്സിതു, നിങ്ങൾ നീതി അനുസരിച്ച് ഈ പരസ്പരം യുദ്ധം ചെയ്ത ആളുകൾക്കിടയിൽ രജിപ്പുണ്ടാക്കണം. അള്ളാഹു നീതി പ്രവർത്തിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. 9-ാമത്തെ ആയത്ത്. 10-ാമത്തെ ആയത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരന്മാർ മാത്രമാണ്. ഫാസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ, നിങ്ങളുടെ സഹോദരൻ വിശ്വാസികളാകുന്ന സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ആ ഫസാദ് അടക്കണം, നിങ്ങൾ സുൽഹുണ്ടാക്കണം. അപ്പൊ മുസ്ലിങ്ങൾ തമ്മിൽ എത്രത്തോളം ഐക്യത്തോടും ഒരുമയോടും മുന്നോട്ടു പോകണം. ഇനി വല്ല വിയോജിപ്പുമുണ്ടെങ്കിൽ ആ വിയോജിപ്പിന്റെ അധ്യായങ്ങൾ അടച്ച് പരിഹരിച്ച് കേട് തീർത്തുകയാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ. തകരാറുകൾ തീർക്കുകയാണ്. പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ മുകളിൽ ഗൾഫിലൊക്കെ എഴുതിച്ച് കാണാം ഇസ്ലാഹു സയ്യാറാൻ, എന്താ വാഹനം കേട് തീർക്കുക എന്നാണ്. ബ്രേക്ക് പോയത്, ടയർ പഞ്ചറായത്, നട്ട് ലൂസായതൊക്കെ മുറുക്കി പഴയ കണ്ടീഷനിലാക്കുക. അതേ വാക്ക് തന്നെ പഠിപ്പിക്കുന്ന ഇസ്ലാഹ് നന്നാക്കുക. കേടും തകരാറൊക്കെ തീർത്ത് നല്ല യഥാർത്ഥ 2 ശരീരമാണെങ്കിലും ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോകാവുന്ന അവസ്ഥയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരണം. ഇതാണ് സൂറത്തുൽ ഹുജറാത്തിലെ 9-10 ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നേരത്തെ ഖുർആൻ പറഞ്ഞു സ്വദഖ, അതുപോലെ തന്നെ മഅറൂഫ് എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാഹു ദാത്തിൽ ബൈന പ്രത്യേകം പറഞ്ഞു. ഇനി ഒരു ഹദീസിൽ മുത്തഫഖുൻ അലൈഹി ഒരു ഹദീസ് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ സന്ധികളും 360 സന്ധികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ സന്ധികളിൽ ഓരോ സന്ധികൾക്കും ഒരു ധർമ്മമുണ്ട്. ഒരു നീണ്ട ഹദീസാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാചകം മാത്രം വായിക്കാൻ. ഇതിൽ 1-ാമതായി എണ്ണിയത് എന്താണെന്നറിയോ? സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ഒരു ദിവസത്തിൽ ഒരു വിശ്വാസിക്ക് 360 സന്ധികൾക്ക് 360 ധർമ്മം നിർവഹിക്കാനുണ്ട്. അതിലാദ്യം പറഞ്ഞ ധർമ്മം എന്താ? തഅദീലു ബൈനൽ ഇത്നൈൻ, 2 ആളുകൾക്കിടയിൽ നീതി പുലർത്തുക. നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് 2 ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്നാണ്. അങ്ങനെ ചെയ്യുക എന്നത് സ്വദഖത്തുൻ, ധർമ്മമാകുന്നു. അപ്പൊ നോക്കൂ, ഏതെങ്കിലും 2 ആളുകൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ വല്ല മാനസികമായ ഐക്യവും പൊരുത്തവും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് സദഖയാകുന്നു. അപ്പൊ പൈസ കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം, അതൊക്കെ സദഖയാണ്. പുഞ്ചിരി ഒരു സദഖയാണ്. പ്രകാശിക്കുന്ന മുഖത്തോടുകൂടി സഹോദരനെ കണ്ടുമുട്ടുക, അത് സദഖയാണ്. ഇതൊക്കെ ഈ ഹദീസിലും വേറെ ഹദീസിലും എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സദഖയുടെ സ്ഥാനത്തുള്ളതാണ് വിശ്വാസികൾക്കിടയിൽ യോജിപ്പുണ്ടാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മേഖലയിൽ ചെയ്ത ചില കാര്യങ്ങൾ ഹദീസുകളിൽ കാണാം. കൂടുതൽ വിശദീകരിക്കാതെ നമുക്കത് പറഞ്ഞു പോകാം. അതായത് സ്വന്തം കുടുംബത്തിൽ തുടങ്ങാൻ ആദ്യം. ഇപ്പൊ സാധാരണഗതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്താ ചെയ്യുക? സ്വാഭാവികമായും കുടുംബക്കാര് മകളുടെ പക്ഷത്താണോ നീതി അല്ല അന്യായം, മകന്റെ പക്ഷത്താണോ നീതി അല്ലെങ്കിൽ അന്യായം എന്ന് നോക്കാതെ
പെണ്ണിന്റെ കുടുംബക്കാർ പെണ്ണിന്റെ ഭാഗത്തും പുതിയാപ്പളിന്റെ ആളുകൾ പുതിയാപ്പളിന്റെ ഭാഗത്തും നിൽക്കും. അവിടെ നീതി അന്വേഷിക്കൂല. ആരാണ് അന്യായം ചെയ്തത്, നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് നോക്കൂല. അവനവന്റെ ആൾക്കാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ സ്വീകരിച്ച നിലപാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, മകളുടെ ഭർത്താവ് നബിയുടെ പിതൃ സഹോദര പുത്രനായ അലി റളിയല്ലാഹു അൻഹു, ഇതാളുടെ ഭാര്യയും ഭർത്താക്കന്മാരും അലിയും ഫാത്തിമയും റളിയല്ലാഹു അൻഹുമ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹ മകളെ വീട്ടിൽ ചെന്നു. മകളെ വീട്ടിൽ ചെന്നപ്പോ പുതിയാപ്പിള അലിയെ കാണാനില്ല. നബി ചോദിച്ചു മകളോട്, നിന്റെ പിതൃ സഹോദരന്റെ പുത്രൻ എവിടെ എന്നാൽ നബിന്റെ മൂത്താപ്പന്റെ മോനാണ് അലി. നബി ചോദിക്കാൻ, നിന്റെ പിതൃ സഹോദരന്റെ പുത്രൻ എവിടെ, അലി എവിടെ എന്ന് ചോദിക്കാതെ അങ്ങനെ ചോദിച്ചു. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്കും പുതിയാപ്പിള അലിക്കും ഇടയിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് കോപിച്ചു. അങ്ങനെ അദ്ദേഹം വീട് വിട്ടിറങ്ങിപ്പോയി. ലം യഖിൽ ഇൻദി, എന്റെ അടുക്കൽ അദ്ദേഹം ഉച്ച ഉറക്കം ഉറങ്ങാൻ നിന്നില്ല. ഉച്ചക്കൊരു ഉറക്കം ഖുർആനിലും ഹദീസിലൊക്കെ വന്നതാണ്. അപ്പൊ ആ ഉച്ച ഉറക്കം എന്റെ അടുക്കൽ ഉറങ്ങാതെ ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉന്നുർ അയ്ന ഹുവ, അലി എവിടെ പോയി എന്നും തെരഞ്ഞു നോക്ക്. അയാൾ തെരഞ്ഞു നടന്നു. പ്രവാചകന്റെ തന്നെ മദീനത്തെ പള്ളിയിൽ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ് എന്ന് ആ അന്വേഷിക്കാൻ ഏൽപ്പിച്ച ആള് വന്ന് നബിനോട് പറഞ്ഞു. നബി എന്താ ചെയ്തത്? അല്ല, എന്റെ മകളോട് പിണങ്ങിപ്പോയ പുതിയാപ്പിളെന്ന ഓനവന്റെ ബൈക്ക് പോയിക്കോട്ടെ എന്നല്ല. അമ്മോശനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി ചെന്നു. പള്ളി ചെന്നപ്പോ അലി ചെരിഞ്ഞു കിടക്കുന്നു. ഒരു തുണിയും ഒരു തട്ടവും. ഇന്നത്തെ പോലെ പാന്റ് ഷർട്ട് ജുബ്ബ അങ്ങനത്തെ ഡ്രസ്സ് കുറവാണല്ലോ. ഒരു തുണി ഒരു തട്ടവും, അതാണ് അന്നത്തെ പൊതുവേഷം. അത്രേ പൈസ ഉള്ളൂ. അപ്പോ ഉടുത്ത തുണിക്ക് പുറമെ തോളിലിട്ട തട്ടം ഒരു ഭാഗം താഴോട്ട് വീണ് പോയിട്ടുണ്ട്. പള്ളിയിൽ ടൈൽസും ഗ്രാനൈറ്റും ഇതൊന്നുമല്ല, മൊസൈക്കൊന്നല്ല, മണലാണ്. അപ്പൊ ആ മണ്ണിന്റെ പാട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് അലിന്റെ മേലെങ്ങനെ തടവി മണ്ണൊക്കെ പോക്കി. ഏത് പിണങ്ങിപ്പോന്ന പുതിയാപ്പിളയെ നന്നാക്കുന്ന നബിന്റെ രീതിയാണ് ഈ പറയുന്നത്. ഈ എന്താ പിണങ്ങിപ്പോന്നത്? എന്റെ മോളിട്ട് വരാൻ പാടോ? അവിടെ ദേഷ്യം പിടിക്കാൻ ചൂടാവുകയല്ല. പുറത്ത് പിടിച്ച മണ്ണ് നബി തുടച്ച് നന്നാക്കി. എന്നിട്ട് പറഞ്ഞു, ഖും യാ അബാ തുറാബ്. അബൂ തുറാബെ, തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണാണ്. അബൂ തുറാബ്, മണ്ണിന്റെ ആളെ എന്ന് വിളിക്കാൻ കരുതാ, പുറത്ത് മണ്ണായതുകൊണ്ടാണ്. അബൂ തുറാബെ എഴുന്നേൽക്കൂ, ഖും അബാ തുറാബ്. വീണ്ടും നബി ആവർത്തിച്ചു തന്നെ. പണക്കം തീർന്നു. അലി തിരിച്ചുപോയി വീട്ടിലേക്ക്. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളിലേക്ക് ചേർത്തിട്ട് അബു അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയാറുണ്ടല്ലോ, കുഞ്ഞിയത്ത് എന്ന് പറയും. ഇവിടെ അബൂ തുറാബ്, മണ്ണിന്റെ ആളെ എന്ന് നബി വിളിച്ച ആ വിളി അലിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു എന്ന് വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാം. അപ്പൊ നബി കുടുംബ പ്രശ്നം തീർത്ത ഒരു രീതിയാണ് ഈ കാണുന്നത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലിരിക്കെ, നബിന്റെ വീട് ചുമരിന്റെ അപ്പുറത്ത് പള്ളി, പള്ളിയിൽ നിന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നു. ആലിയ അസ്വാതുഹുമ, രണ്ടാള് തമ്മിലുള്ള ഉയർന്ന ശബ്ദം. നബി സല്ലല്ലാഹു അലൈഹി നബി വീട്ടിലേക്ക് കേൾക്കുന്ന ശബ്ദം എന്താ? ഒരാൾ പറയാണ്, ഞാൻ തരാനുള്ള പൈസയിൽ നിന്ന് കുറച്ചെനിക്ക് നീ വിട്ടുപോയി ചെയ്യണം, അല്പം വിനയം അലിവ് എന്നോട് നീ കാണിക്കണം. അപ്പൊ മറ്റേ ആൾ പറയാണ്, വല്ലാഹി ലാ അഫ്അൽ, ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്യൂല, തരാനുള്ള പൈസ മുഴുവൻ എനിക്ക് തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒച്ച കേട്ടിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വന്നു. എന്ന് നബി ചോദിച്ചു, ഐനൽ മുതഅല്ലി അലല്ലാഹി ലാ യഫ്അൽ മഅറൂഫ്, നന്മ ചെയ്യുകയില്ലെന്ന് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തവൻ ആരാണ്, എവിടെ എന്ന് നബി ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? തരാനുള്ള പൈസ കടം വാങ്ങിയവന് തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എങ്കിൽ, സുയിപ്പാക്കുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്. കടം വാങ്ങി, പക്ഷെ അയാള് വീണ്ടും ഗതികേടിലായി, പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആളോട് കടം നിർബന്ധിച്ച് ചോദിക്കരുത്, അവന് തരാൻ പറ്റുന്നത് വരെ അവധി കൊടുക്കണം. ഇതൊക്കെ ഖുർആൻ തന്നെ കൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, കുറച്ച് തരണം എന്ന് പറയുന്ന പണം കൊടുക്കാനുള്ളവൻ, വായ്പ വാങ്ങിയവൻ ആവശ്യപ്പെട്ടപ്പോ പൈസ വായ്പ കൊടുത്ത ആള്, ഞാൻ ചെയ്യൂല, അള്ളാഹുവാണ് സത്യം, ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞവനെ കുറിച്ച് നബി ചോദിച്ചത്. കടം കിട്ടാനുള്ളത് കുറച്ചു കൊടുക്കുക, യാത്ര തരണ്ട, അല്ലെങ്കിൽ ഉള്ളത് തന്നാളാ എന്ന് പറയുന്ന ഒരു മഅറൂഫാണല്ലോ. അപ്പൊ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് മഅറൂഫ് ഞാൻ ചെയ്യുകയില്ല എന്ന് പറഞ്ഞത്. ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നബി ചോദിച്ചത്. അപ്പൊ എന്താ, നബി അവിടെ ഒരു സുൽഹുണ്ടാക്കി. അതുപോലെ തന്നെ വേറെ ഹദീസ് നമുക്ക് കാണാം. പ്രവാചകന്റെ പള്ളിയിൽ തന്നെ കടം കൊടുത്ത് തിരിച്ചു കിട്ടാനുള്ള പൈസന്റെ പേരിൽ രണ്ടാള് പള്ളി നൊച്ചുണ്ടാക്കുകയാണ്. ഇതൊക്കെ ആരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സഹാബത്താണ്. എവിടെന്നാ ഒച്ച? പള്ളിന്നാണ്. ഇതൊക്കെ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോ കഅബ് എന്ന് പറയുന്ന ആൾ ഇബ്നു അബി ഹദ്റദ് എന്ന് പറയുന്ന ഒരാൾക്ക് വായ്പ കൊടുത്തിരുന്നു. കിട്ടാനുള്ള പൈസ തരാനുള്ള ഇബ്നു അബി ഹദ്റദിനോട് കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, രണ്ടാളുടെയും ശബ്ദമുയർന്നു പള്ളിയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് കേട്ടു. പ്രവാചകൻ തന്റെ ജനലിന്റെ കർട്ടൻ നീക്കി പള്ളിയിലേക്ക് നോക്കി, ഈ രണ്ടാളെ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ കഅബ്, പൈസ കിട്ടാനുള്ള കഅബിനാണല്ലോ, കഅബേ എന്ന് വിളിച്ചു. വിളി കേട്ടപാടെ കഅബ് റളിയല്ലാഹു അൻഹു, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ, നിങ്ങൾക്കിതാ ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅ മിൻ ദൈനിക്, നിനക്ക് കിട്ടാനുള്ള കടത്തിൽ നിന്ന് കുറച്ച് ഇളവ് ചെയ്ത് കൊടുക്ക്.
അപ്പോ കഅബ് ചോദിച്ചു എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആംഗ്യം കാണിച്ചു, അതായത് ഒരു പകുതി. ഇപ്പൊ 100 റുപ്യ ഇട്ടാണ്ടെങ്കിൽ 50 വിട്ടാളാ എന്ന് പകുതി വിട്ടുപോയി ചെയ്തു കൊടുക്കൂ. അപ്പൊ കഅബ് ഞാൻ വിടൂലെന്നല്ല, പിന്നെന്താ, ലഖദ് ഫഅൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ നബി പറഞ്ഞു ഖും ഫഖ്ലി, കടം പൈസ കൊടുക്കാനുള്ളവന് പറഞ്ഞു എഴുന്നേൽക്ക്, എന്നിട്ട് അത് വീട്ടിക്കളാ. ഇത് പകുതി വിട്ടു തന്നില്ലേ, എന്നാൽ ബാക്കി കൊടുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഉപദേശിച്ചു. അപ്പോ ഇതും പള്ളിയിൽ സാമ്പത്തികമായ വിഷയത്തിൽ പള്ളിയിൽ 2 സഹാബികൾക്കിടയിൽ ഉണ്ടായ തർക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടതാണ്. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. വേറൊരു ഹദീസിൽ, അതും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, അതിൽ കാണാം ഖുബായിലെ പള്ളി. നമുക്കറിയാം മദീനത്തിപ്പോ ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ് ഖുബായിലെ പള്ളി. പിന്നെയാണ് മദീനത്ത് നബി പള്ളി ഉണ്ടാക്കുന്നത്. ആദ്യ ദിവസം തന്നെ തഖ്വയുടെ അടിസ്ഥാനത്തിൽ തഖ്വയുടെ തറയിൽ പടുക്കപ്പെട്ട പള്ളി എന്ന് ആ പള്ളിയെക്കുറിച്ചും പള്ളിയിലുള്ള ആളുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചുകൊണ്ട് ആയത്തിറക്കിയിട്ടുണ്ട്. ആ പള്ളിയിൽ വെച്ച് സഹാബികളിൽപ്പെട്ട ചില ആളുകൾ ഹത്താ തറാമു ബിൽ ഹിജാറ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ് നടത്തിയെന്നാണ്. പള്ളിയിൽ എറിയാൻ കല്ല് കിട്ടും, കാരണം മണലാണ്, ചലക്കലൊക്കെ ഉണ്ടാവും. പള്ളിയിൽ വെച്ച് ഖുബായിൽ സഹാബികളായ ആളുകൾ പരസ്പരം ഏറ് നടത്തി, കല്ലുകൊണ്ടെറിഞ്ഞു. നബിയോട് ഈ വിവരം പറയപ്പെട്ടു. ഖുബായിലെ പള്ളിയിൽ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം ഏറ് കൂടിയിട്ടുണ്ട്. ഇത് മക്കളല്ല, ചെറിയ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്തെറിയും, സഹാബികളാണ്. ഫഖാല, അപ്പൊ നബി പറഞ്ഞു ഇദ്ഹബൂ ബിനാ നുസ്ലിഹ് ബൈനഹും, പോരൂ നമ്മുടെ കൂടെ നിങ്ങളും വരൂ, നമുക്ക് ആ പരസ്പരം കല്ലേറ് നടത്തിയ സഹാബികൾക്കിടയിൽ ഇസ്ലാഹ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നബി ഒരു പറ്റം ആളുകളോടൊപ്പം അവിടെ ഇസ്ലാഹ് നടത്താൻ വേണ്ടി പോയി എന്നാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, സഹാബികൾക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ നബി പക്ഷം ചേരുകയോ അല്ലെങ്കിൽ അടിച്ചോട്ടെ എന്ന് വിചാരിക്കൽ, വേറെയും പല സംഭവങ്ങളുണ്ട്. അപ്പൊ 4 കാര്യം ഇവിടെ സൂചിപ്പിച്ചത്, ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സഹാബികൾക്കിടയിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും അല്ലാത്ത പ്രശ്നങ്ങളിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടു എന്ന് പറയുന്നത്, അത് ഇതിൽ നിന്ന് നമുക്കൊരുപാട് മാതൃകയുണ്ട് എന്ന് നാം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ പ്രശ്നങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാം. ആ പ്രശ്നങ്ങളിൽ കണ്ടു നിൽക്കുകയോ ആസ്വദിക്കുകയോ തല്ലട്ടങ്ങനെ അല്ലെങ്കിൽ നടക്കട്ടങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും. അപ്പുറത്തെ അടിയുണ്ടായി, മറ്റേ പുറയിൽ ഒച്ച കേട്ടു, 2 ആളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, കിട്ടട്ടങ്ങനെ അല്ലെ കൊടുക്കട്ടങ്ങനെ, ഇതാണ് നമ്മൾ സാധാരണ പറയാ. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. മറിച്ച് നമുക്കതിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ചിലപ്പോൾ വളരെ നിസ്സാരനായി ഒന്നിനും കൊള്ളാത്തവനെന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരുത്തന്റെ ഒരു വാക്കോ ഒരു ഇടപെടലോ ഒരു കൊലപാതകത്തിൽ നിന്ന്, ഒരു അടിയിൽ നിന്ന്, എന്നേക്കുമുള്ള പിണക്കത്തിൽ നിന്ന് മാറ്റം വരുത്താൻ ഒരൊറ്റ വാക്കിന് സാധിക്കും. അത് ആരുടെ പ്രവർത്തനം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ് അതിന് തൗഫീഖ് ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നല്ല പ്രവർത്തനങ്ങളിൽപ്പെട്ട കാര്യമായി നമ്മൾ സ്വീകരിക്കുകയും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുകയും ഉള്ള പ്രശ്നങ്ങൾ ഊതിവീർപ്പിക്കാതെ അണച്ചുകെടുത്താനുള്ള ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യണം. ഈ വിഷയത്തിൽ ഖുർആൻ തന്നെ വരച്ചു കാണിച്ച ചില മാതൃകൾ നമുക്ക് കാണാൻ സാധിക്കും. സുൽഹിന് ഇറങ്ങുന്ന ആളുകൾ, മധ്യസ്ഥത്തിന് ഇറങ്ങുന്ന ആളുകൾ, അവർ എന്താ ഉദ്ദേശിക്കേണ്ടത്? ഏതെങ്കിലും ഒരു തന്റെ പക്ഷം പിടിക്കാമെന്നതല്ല. നേരത്തെ പറഞ്ഞ സൂറത്തുൻ നിസായിലെ ആയത്തിൽ വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർളാത്തില്ല, ലക്ഷ്യം മറ്റൊന്നുമല്ല, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അതായത് സ്വതക്ക, മഅറൂഫ് എന്നിട്ടാണല്ലോ ഈ ഇസ്ലാഹ് പറയുന്നത്. ഈ 3 കാര്യത്തെക്കുറിച്ച് ഒരുമിച്ചുള്ള പറയാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് സദക്ക ചെയ്യാൻ കൽപ്പിക്കുകയോ മഅറൂഫ് പ്രവർത്തിക്കാൻ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാഹ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത്, ഫസൗഫ നൂതീഹി അജ്റൻ അദീമാ. കണ്ടോ, രക്കിപ്പുണ്ടാക്കാൻ, നന്മ കൽപ്പിക്കാൻ, അതുപോലെ തന്നെ സദക്ക ചെയ്യാൻ കൽപ്പിക്കുക, ഇതൊക്കെ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം അവർക്ക് നാം പിന്നീട് കൊടുക്കുന്നതാണ്. ഇതിനൊക്കെ വലിയ ഓഫറുണ്ടോ? വമ്പിച്ച പ്രതിഫലം. എന്തിനാ? നല്ലത് ചെയ്യണം, നല്ലത് പ്രവർത്തിക്കണം, പരസ്പരം രക്കിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക, ഇതിന് അള്ളാഹുവിന്റെ ഓഫറാകുന്നു. അപ്പോ ഒന്നാമത്തെ കാര്യം, സുൽഹിന് വേണ്ടി ഇറങ്ങുന്നവൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇതൊരു ഹൈറാകണം, പക്ഷപാതിത്വമില്ലാതെ പെരുമാറണം എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഫാസ്ലിഹു ബൈനഹുമാ ബിൽ അദൽ വഅഖ്സിതു, നിങ്ങൾ അവർക്കിടയിൽ, നേരത്തെ പറഞ്ഞ ഹുജറാത്തിലായത്ത്, നിങ്ങൾക്ക് അവരിൽ സുൽഹുണ്ടാക്കണം. സുൽഹുണ്ടാക്കാനുള്ള ഉപകരണം എന്താ? വിളക്കി ചേർക്കാൻ പറ്റൂല, സോൾവ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അത് ഇരുമ്പോ മരക്കാണെങ്കിൽ പസയെ ചൊട്ടിക്കാം, ഹൃദയങ്ങൾ തമ്മിൽ പസയെ ചൊട്ടിക്കാൻ പറ്റില്ല. പിന്നെന്താ? ബിൽ അദലി, നീതിപൂർവം, പക്ഷം പിടിക്കാതെ നീതിപൂർവം ആളുകൾക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാക്കണം. വീണ്ടും അല്ലാവർത്തിക്കാൻ നീതി കാണിക്കണം. നീതി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇനി സുൽഹാണ് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങൾക്കിടയിൽ അനുവദനീയമായ ഒരു കാര്യമാണ് സുൽഹുണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷെ ആ സുൽഹിന്റെ അവലംബം എന്തായിരിക്കണം? ദിലല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നായിരിക്കണം നേരത്തെ ആയത്ത് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ ഈ 2 ആളുകൾക്കിടയിലുള്ള തൃപ്തിയുമായിരിക്കണം അയാളുടെ ലക്ഷ്യം. അഅദലു സുൽഹി വഹഖുഹു, ഏറ്റവും നീതിമത്തായ, ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ ഹക്കായ സുൽഹ് എന്ന് പറയുന്നത് വഹുവ യഅ്തമിദു അൽ ഇൽമ വൽ അദല,
ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട ഇൽമിനെയും നീതിയെയും അടിസ്ഥാനമാക്കി നടത്തുന്ന സുൽഹാകുന്നു. ഫയകൂനുൽ മുസ്ലിമു ആലിമൻ ബിൽ വഖാഇ. സുൽഹിനിറങ്ങുന്ന ആള് യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിയുന്നവനാകാം. രണ്ടു പക്ഷ വിഷയങ്ങളും അതിനെന്ത് വിധി പറയണം എന്നറിയുന്നവനാകണം. ആരിഫൻ ബിൽ വാജിബ്, നിർബന്ധമായ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവനാകണം. ഹാസിദൻ ലിൽ അദ്ലി, നീതി ഉദ്ദേശിക്കുന്നവനാകണം. അങ്ങനെ വരുമ്പോഴാണ് ഈ നീതിക്ക് വേണ്ടി, ഈ മധ്യസ്ഥത്തിന് വേണ്ടി ശ്രമിക്കുന്നവനാണ് നേരത്തെ പറഞ്ഞ നോമ്പിനേക്കാളും നമസ്കാരത്തെക്കാളും അതുപോലെ തന്നെ ശ്രേഷ്ഠകരമായ സദഖയേക്കാളും ശ്രേഷ്ഠമായ സുൽഹ് എന്ന് പറഞ്ഞത് ഇതാകുന്നു. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താ? അത്തഖ്വ. തഖ്വയുള്ളവരായിരിക്കണം മധ്യസ്ഥന്മാർ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ്. നേരത്തെ ഓതിയ ആയത്താണ്, രണ്ടാം വിശദീകരിക്കുന്നില്ല. അള്ളാഹു അവിടെ വത്തഖുല്ലാഹ്, സുൽഹുണ്ടാക്കണം എന്നിട്ട് സുൽഹുണ്ടാക്കാൻ പോകുന്ന ആളുകളോട് നിങ്ങൾ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അവരുടെ നിയമങ്ങളെയും തീരുമാനങ്ങളെയും പാലിച്ചുകൊണ്ട് ഭൗതിക ലക്ഷ്യമില്ലാതെ അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുക എന്ന നിലയ്ക്ക് നിങ്ങൾ പെരുമാറണം. ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കരുണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ തഖ്വയുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്കിടയിൽ യോജിപ്പുണ്ടാക്കണം എന്നതാണ്. നാലാമത്തെ കാര്യം കളവ് പറയാൻ പാടില്ല എന്നതാണ്. ഇത് വലിയ ചില ചർച്ചകൾ അതിനിടയിലുണ്ട്. ചില ആൾക്കാർ പറയും സാധാരണ സുൽഹ് ഉണ്ടാക്കുമ്പോൾ നുണ പറയാൻ. അതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താനാണ്. ദ്വയാർത്ഥ പ്രയോഗം അത് നടത്താം, എന്നാൽ പോലും അത് പെരും കളവാകരുത്. അപ്പൊ സുൽഹ് ഉണ്ടാക്കുമ്പോ ഒരു കക്ഷിനോട് ഒരു കാര്യം പറയാ, നേരെ വിപരീതം മറ്റേ കക്ഷിനോട് പറയാം. അങ്ങനെ പെരുന്നോണ സുൽഹിന് വേണ്ടി പറയാൻ പാടുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉത്തൈമീൻ അദ്ദേഹം പറയുന്നത് പെരുങ്കളവാകാത്ത തരത്തിൽ പൊതുവായി പറയാവുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്നാണ്. അല്ലാതെ പെരുന്നോണ പറയാൻ പാടില്ല. കാരണം എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 കളവേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഹദീസിലുണ്ട്. ഇബ്രാഹിം നബി 3 കളവേ പറഞ്ഞിട്ടുള്ളൂ. ആ 3 കളവെന്താ? അതിൽപ്പെട്ട ഒരു കാര്യം, സ്വന്തം ഭാര്യയെക്കുറിച്ച് ഈജിപ്തിലെ രാജാവ് ചോദിച്ചപ്പോ അതാരാന്ന് ചോദിച്ചപ്പോ തന്റെ സഹോദരിയാന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഖുർആനിൽ പറഞ്ഞതാണ് 3 കാര്യങ്ങളും. ഈ ഒരു വിഷയം വെച്ചുകൊണ്ടാണ് പരലോകത്ത് അള്ളാഹുവിനോടൊന്ന് വിചാരണക്കെടുക്കാൻ ശുപാർശ ചെയ്യാൻ വേണ്ടി ഇബ്രാഹിം നബിനെ ആളുകൾ സമീപിക്കുമ്പോ ഞാൻ ഇങ്ങനെ 3 നുണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഭാര്യയെക്കുറിച്ച് വിശ്വാസി എന്നുള്ള നിലക്ക് സഹോദരി എന്ന് പറയാം, കല്യാണം കഴിച്ചപ്പെടുന്ന നിലക്ക് ഭാര്യയുമാണ്. അപ്പൊ ഇത് ആരാന്ന് വെച്ചാൽ ഇത് എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞത് തെറ്റല്ല. കാരണം എന്താ? മുസ്ലിം എന്ന നിലക്ക് ഞാൻ സഹോദരൻ, എന്റെ ഭാര്യ മുസ്ലിം എന്ന നിലക്ക് അവൾ എന്റെ സഹോദരി. അപ്പൊ ദ്വയാർത്ഥ പ്രയോഗം നടത്താം. ഇതുപോലുള്ള പ്രയോഗങ്ങൾ സുൽഹിൽ ഉപയോഗിക്കാമെന്നല്ലാതെ പച്ച നുണ പറഞ്ഞ് സുൽഹുണ്ടാക്കാം എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പറയുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം സുൽഹുണ്ടാക്കേണ്ടത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഖുർആനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇസ്ലാഹ് വരുത്തുന്ന ആളുകളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തികൾക്കിടയിൽ പരസ്പരം ഉണ്ടാകുന്ന ശത്രുതയും വിദ്വേഷവും ഒക്കെ പരിഹരിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും അതിന്റെ മര്യാദകളെക്കുറിച്ചുമാണ്. എന്നാൽ മതപരമായ വിഷയങ്ങളിൽ മുസ്ലിംകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരുപാട് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അതിൽ ഇസ്ലാഹ് ഉണ്ടാക്കണം. അതെങ്ങനെയാണ്? ആളുകൾക്കിടയിലുള്ള ഇസ്ലാഹും മതപരമായ വിഷയത്തിലുള്ള ഇസ്ലാഹും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മതപരമായ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള യഥാർത്ഥ വശം എന്താണോ ആ പക്ഷത്ത് നിൽക്കുക എന്ന ഒരു പക്ഷേ അതിലുള്ളൂ. അല്ലാതെ ഒരു കക്ഷി നമ്മളാളാണ്, മറ്റേ ആള് നമ്മളാളല്ല എന്നുള്ള നിലക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടവനെ തോൽപ്പിക്കാൻ വേണ്ടി, അത് ഭൗതിക വിഷയത്തിൽ പോലും പാടില്ല. നേരത്തെ പറഞ്ഞത് മനസ്സിലാവും, നീതിപൂർവമായിരിക്കണം. അപ്പൊ പിന്നെ മതപരമായ വിഷയത്തിൽ കുറച്ച് ഒരു ഇളവ് നമ്മൾ സംഗതി അപ്പറണമൊക്കെ ശരി തന്നെയാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ ഇപ്പൊ രണ്ടാളും തമ്മിൽ യോജിപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ 2 കക്ഷികളും 2 പാർട്ടികളും തമ്മിൽ അടുക്കൂല എന്നുണ്ടെങ്കിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ അട്ടേണ്ട അവകാശത്തിൽ വിട്ടുവീഴ്ച വരുത്തുന്നത് പോലെ ഹക്കിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അവിടെ ഹക്ക് എന്താണോ അത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കിക്കൊണ്ട് അങ്ങനെയാണ് സുൽഹുണ്ടാക്കേണ്ടത്. ആ സുൽഹ് എന്ന് പറയുന്നത് നാട്ടുമധ്യസ്ഥമല്ല, മറിച്ച് പ്രമാണത്തിലേക്ക് മടങ്ങുക എന്നതാണ്. സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്ത് നമുക്ക് കാണാം, സത്യവിശ്വാസികളെ അള്ളാഹുവിനനുസരിക്കണം, റസൂലിനനുസരിക്കണം, ഉലുൽ അംറിനെ അനുസരിക്കണം. അവിടെ ഉലുൽ അംറിനെ ഭരണാധികാരി, പണ്ഡിതന്മാർ, ഇതാണ് ഉലുൽ അംർ. അത് സ്വതന്ത്രമായ അനുസരണമല്ല, മറിച്ച് ഖുർആനും സുന്നത്തിനും അനുസരിച്ച് ഒരു കാര്യം പണ്ഡിതനോ അല്ലെങ്കിൽ ഭരണാധികാരിയോ പറഞ്ഞാൽ അവരെ അംഗീകരിക്കണം. അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരാണ്
നേതാക്കന്മാർ പറയുന്നതെങ്കിൽ, ഭരണാധികാരി പറയുന്നതെങ്കിൽ, സംഘടനാ നേതാക്കന്മാർ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ നേതാക്കന്മാരായ ആളുകൾ പറയുന്നതെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരാണെങ്കിൽ അനുസരിക്കേണ്ടതില്ല. ഇത് വലിയൊരു വിഷയമാണ്. സമയം കുറവുകൊണ്ട് ഞാൻ ചുരുക്കി മാത്രം പറയാണ്. കാരണം അത്തിയുല്ലാഹ വാത്തിയു റസൂല, രണ്ട് സ്ഥലത്തും അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. പക്ഷെ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും പണ്ഡിതന്മാരും, അവരെ കുറിച്ച് പറഞ്ഞപ്പോ അത്തിയു നിങ്ങൾ അനുസരിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞില്ല. അപ്പോ പണ്ഡിതന്മാരോടും ഭരണാധികാരികളോടുമുള്ള അനുസരണം എന്ന് പറയുന്നത് സ്വതന്ത്രമായ അനുസരണമല്ല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിന്റെ ഭാഗമായി മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ. വലിയൊരു വിഷയമാണ്. എന്നിട്ടല്ല പറയാൻ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹ് വറസൂൽ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല ഭിന്നതയും ഉണ്ടായാൽ നിങ്ങൾ രണ്ട് മധ്യസ്ഥന്മാരെ വിളിച്ചിട്ട് ഊല് വരുമ്പോൾ കേട്ടോളിന്നല്ല, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ. കണ്ടോ, ഈമാൻ ഉള്ളവന്റെ മര്യാദ എന്ന് പറയുന്നത് മതപരമായ വിഷയത്തിൽ വിധി പറയുന്നുവെങ്കിൽ ഈമാൻ ഉള്ളവൻ ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്നതാണ്. എന്റെ അഭിപ്രായം അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ഇഷ്ടം എങ്ങനെയാണ്, എന്റെ താല്പര്യം ഇതിനോടാണ് എന്നതല്ല. ഖുർആനിലും സുന്നത്തിലും എന്താണോ വിധി അതിലേക്ക് മടക്കുക. ദാലിക ഖൈർ, അതാണ് ഏറ്റവും നല്ലത്. വഅഹ്സനു തഅ്വീല, ഏറ്റവും നല്ല മടക്കവും അത് തന്നെയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കലാണ് മതപരമായ ഭിന്നത തീർക്കാനുള്ള പരിഹാരം. ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഹദീദ് പോലെ ഒരു ഹദീദ് നമുക്ക് കാണാം, അസ്സുൽഹു ജായിസുൻ ബൈനൽ മുസ്ലിമീൻ ഇല്ലാ സുൽഹൻ ഹറമ ഹലാലൻ ഔ അഹല്ല ഹറാമൻ. മുസ്ലിങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കൽ നല്ല കാര്യമാണ്. എങ്ങനെയല്ലെങ്കിൽ ഇല്ലാ സുൽഹൻ ഹറമ ഹലാലൻ, ഒരു അനുവദനീയമായ കാര്യത്തെ ഹറാമാക്കുകയോ ഹറാമായ കാര്യത്തെ അനുവദനീയമാക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോ ഒരു മധ്യസ്ഥം പറഞ്ഞു, ഒരു വിഷയത്തിൽ മതപരമായ വിഷയത്തിൽ ഒരു തീർപ്പ് പറയാണ്. തീർപ്പ് പറയുന്ന ആൾക്കാർ രണ്ടുകൂട്ടരെയും പണക്കാതാക്കാൻ വേണ്ടിയിട്ട് ഹലാല് ഹറാമാക്കുകയോ ഹറാം ഹലാലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സുൽഹ് എന്തല്ല, ഖൈറല്ല. അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ നടപടിക്രമങ്ങൾക്കും എതിരായ ഒരു സുൽഹ് മതത്തിന്റെ വിഷയത്തിലില്ല. വ്യക്തിപരമായ വിഷയങ്ങളാണെങ്കിൽ അവിടെയും നീതി പുലർത്തണം. ഹക്കെന്താണോ അവിടെ നിൽക്കണം, അവിടെയും പക്ഷം പിടിക്കാൻ പാടില്ല. നീതി കൊണ്ടാണ് ഇസ്ലാഹ് ഉണ്ടാക്കേണ്ടത്. മതപരമായ വിഷയത്തിൽ തീർത്തും അവിടെ പ്രമാണത്തിന് എന്താണോ യോജിക്കുന്നത് അവിടെ അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് സുൽഹ് എന്ന് പറയുന്നത് ഗുണകരമാകുന്നത്, നന്മയായി മാറുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഹദീസ് കാണാം, തഅദിലു ബൈനസ്നൈനി, രണ്ടാളുകൾക്കിടയിൽ നീതി പുലർത്തുക എന്ന് പറയുന്നത് സദഖയാകുന്നു. അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ ഇസ്ലാഹിനെ കുറിച്ചാണ് നീതി എന്നത്. ഇസ്ലാഹിനിട്ട പേരാണ് നീതി. അതിനർത്ഥം എന്താ? ഇസ്ലാഹ് എന്ന് പറയുന്നത് യോജിപ്പുണ്ടാക്കുക, രഞ്ജിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ 100% നീതിയായിരിക്കണം. ഇത് വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറയാൻ, യഅനി റജുലാനി യതഹാസമാനി ഇലൈക ഫതഅദിലു ബൈനഹുമ, രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നു. ഈ രണ്ടാളുകൾ അവർക്കിടയിൽ നീ എന്ത് ചെയ്യുന്നു? തഅദിലു ബൈനഹുമ, അവർക്കിടയിൽ നീ നീതി പറയുന്നു. എന്താ നീതി പറയാനാൽ? നീതി അനുസരിച്ച് സുൽഹ് പറയുക. തഹ്കുമു ബൈനഹുമ ബിൽ അദ്ൽ, കണ്ടോ, നീതി അനുസരിച്ച് അവർക്കിടയിൽ നീ വിധി പറയണം. വകുല്ലു മാ വാഫഖ ശർഅ ഫഹുവ അദ്ലുൻ, ഇത് നോക്കണം, രണ്ടാള് തമ്മിൽ തല്ലൂടാണെങ്കിൽ അവിടെ പറയുന്നത് മതത്തിന്റെ നിയമത്തോട് യോജിച്ച ഒരു തീരുമാനമാണ്, മധ്യസ്ഥതയാണ് പറയുന്നതെങ്കിൽ ഫഹുവ അദ്ലുൻ, അത് നീതിയാണ്. വകുല്ലു മാ ഖാലഫ ശർഅ, മതനിയമത്തിനെതിരായ ഒരു മധ്യസ്ഥമാണ് പറയുന്നതെങ്കിൽ ഫഹുവ ളുൽമുൻ വ ജൗറുൻ, അതിന് സുൽഹ് എന്നോ ഇസ്ലാഹ് എന്നോ മധ്യസ്ഥമെന്നോ പറയാൻ പറ്റില്ല. അത് തമ്മാടിത്തമാണ്, അക്രമമാണ്, അനീതിയാണ്. അപ്പൊ രണ്ടാള് തമ്മിൽ വ്യക്തിപരമായ സാമ്പത്തികമോ കുടുംബപരമായ പ്രശ്നം ഉണ്ടായാൽ പോലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിയമമനുസരിച്ചാണ് മധ്യസ്ഥം പറയുന്നതെങ്കിൽ അതാണ് അജല്, നീതിമത്തായ മധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ മതത്തിന്റെ വിഷയം പറയാനില്ലല്ലോ. മതപരമായ വിഷയത്തിൽ മതത്തിന്റെ നിയമത്തിനെതിരായി ഒരു രജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിനെ അവലംബിച്ചാൽ അത് നീതിമത്തല്ല, മറിച്ച് അത് അക്രമമാണ്, അനീതിയാണ്. ഞാനിത് പറയുന്നത് വെച്ചാൽ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നം തീർക്കലും മതപരമായ വിഷയത്തിലുള്ള പ്രശ്നം തീർക്കലും തമ്മിൽ രണ്ടും രണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും രണ്ടാണെങ്കിൽ പോലും, കാരണം രണ്ടും രണ്ടാന്ന് പറയാൻ കാരണം മതപരമായ വിഷയത്തിൽ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഉലുൽ അംറിലേക്കുമാണ്. അല്ലാത്ത വിഷയത്തിലും അതിലേക്ക് തന്നെ മടങ്ങേണ്ടത്. എന്നാൽ അവകാശങ്ങളിൽ ചില വിട്ടുവീഴ്ച പറ്റും. എന്നാൽ മതപരമായ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പ്രമാണത്തിൽ ഏതാണോ ശരി അതാണ് പക്ഷം, അവിടെയാണ് നിൽക്കേണ്ടത്. അല്ലാതെ ഒരു ഇളവും ആ വിഷയത്തിലില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദ്, ഇരുമ്പ് എന്നൊരു അധ്യായമുണ്ട് ഖുർആനിൽ, ഇരുമ്പ്. അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. ഞാൻ ആയത്തൊന്നുമില്ല, നിങ്ങൾ എടുത്ത് മറിച്ചു നോക്കുക. സൂറത്തുൽ ഹദീദിലെ 25-ാമത്തെ ആയത്ത്, പ്രവാചകന്മാരെ തെളിവുകളോടുകൂടി ഗ്രന്ഥം നൽകി മീസാനോടുകൂടി നാം അയച്ചിട്ടുള്ളതിന് യഖൂമ ബിഹിൻ നാസു ബിൽ ഖിസ്തി എന്നാണ്. ഗ്രന്ഥമിറക്കിയത്, പ്രവാചകന്മാരെ അയച്ചത് തുലാസ് അള്ളാഹു സൃഷ്ടിച്ചെന്തിനാണ്? ജനങ്ങൾ നീതി നിർവഹിക്കുന്നവരാകാൻ.
അപ്പൊ ഖുർആൻ, ഹദീസ് ഇത് നീതി നടപ്പിലാക്കാനാണ്. എന്താണ് അതിലുള്ള ഹക്ക് എന്താണോ അത് പറയാൻ. എന്നാൽ എല്ലാവരും അത് അംഗീകരിച്ചോളുന്നില്ല. അങ്ങനെ ഖുർആനും സുന്നത്തും പ്രമാണവും അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇരുമ്പെടുക്കേണ്ടി വരും. അവിടെ കത്തി അല്ലെങ്കിൽ വാള്, തോക്ക് ഒക്കെ എടുക്കേണ്ടി വരും. വാൻസല്ലൽ ഹദീദ ഫീ ബഅ്സുൻ ശദീദ്. നമ്മൾ ഖുർആൻ മാത്രല്ല, അല്ലെങ്കിൽ വേദഗ്രന്ഥം മാത്രല്ല, ഇരുമ്പും ഇറക്കിയിട്ടുണ്ട്. ഖുർആനിലിറക്കി ഇരുമ്പും ഇറക്കിയിട്ടുണ്ട്. ആ ഇരുമ്പിൽ ശക്തമായ കഠിനമായ ചില ശക്തികൾ, കാര്യങ്ങൾ അതിലുണ്ട്. മനാഫിഉൽ ഇന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ബാസ് പറയാൻ, ചില ആളുകൾ ഖുർആൻ ഓതിക്കൊടുത്ത് വയലൊക്കെ പറഞ്ഞാൽ അവിടെ നിൽക്കും, സുൽഹുണ്ടാവും, നീതി പുലർത്തും. എന്നാൽ വേറെ ചില ആളുകൾ വയൽ പറഞ്ഞാലും ഖുർആൻ ഓതിയാലൊന്നും അതിനൊന്നും കീഴ്പ്പെടാത്ത ചില മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നീതിക്കും സത്യത്തിനും സുൽഹിനും കീഴ്പ്പെടണമെങ്കിൽ അവിടെ ഇരുമ്പ് ആയുധം ഉപയോഗിക്കേണ്ടി വരും. നമ്മളോടല്ല കേട്ടോ, നമ്മൾ ആയുധെടുക്കാനല്ല പറയുന്നത്. ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ നീതിക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒതുക്കാൻ ഭരണകൂടത്തിന് ആയുധമെടുക്കാം. അതിനാണ് വേദഗ്രന്ഥമിറക്കി നീതി തുലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനോട് ചേർത്ത് അതേ ആയത്തിൽ ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ആ ഇരുമ്പോണ്ടുള്ള ഉപകാരം എന്താ? വഴിക്ക് നിൽക്കാത്തവൻ, സത്യത്തിന് കീഴ്പ്പെടാത്തവൻ, ഫസാദ് ഉണ്ടാക്കുന്നവൻ, അവനെ മര്യാദക്ക് നിർത്താൻ. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സൂറത്തുൻ നിസായിലെ 35 ആയത്തിൽ നമുക്ക് കാണാം 2 കൽപ്പന. ഒന്ന്, വിശ്വാസികളോട് അള്ളാഹു അമാനത്ത്, അവൻ ചെയ്യേണ്ട ബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്താ? ഒറ്റ ആയത്ത്. ഒന്ന്, അമാനത്ത് നിർവഹിക്കണം. 2, വൈദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമു ബിൽ അദൽ, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ അത് നീതി അനുസരിച്ചായിരിക്കണം. ഇതൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടും തമ്മിൽ യോജിപ്പുണ്ട്. അമാനത്ത് എന്ന് പറയുന്നത് നമ്മുടെ അമാനത്ത്, ഏത് ഏൽപ്പിക്കപ്പെട്ട കാര്യവും അത് അമാനത്താണ്. മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യം അതൊക്കെ അമാനത്താണ്. ഒരു ഭരണാധികാരി, ജഡ്ജി, മധ്യസ്ഥൻ, വിധി പറയുന്നവൻ, സുൽഹുണ്ടാക്കുന്നവൻ, ആ പണിയൊക്കെ അമാനത്താണ്. അപ്പോ ഒരാളെ മധ്യസ്ഥനായി നിയമിച്ചു, അല്ലെങ്കിൽ ഭരണകൂടം നിയമിച്ചു, അല്ലെങ്കിൽ ജഡ്ജിയായി നിയമിച്ചു, അല്ലെങ്കിൽ ഒരാൾ നബി ചെയ്തതുപോലെ സ്വയം ഏറ്റെടുത്തു പ്രശ്നം തീർപ്പാക്കാൻ, ഏത് നിലക്കാണെങ്കിലും. അപ്പൊ ആ അമാനത്ത്, സുൽഹ് എന്ന അമാനത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്, അമാനത്തപ്പെട്ടതാണ്. അത് നിർവഹിക്കണം. നിർവഹിക്കാതിരുന്നാൽ, ഇടക്കിട്ടച്ചു പോയാൽ, അല്ലെങ്കിൽ പറയേണ്ടത് പറയാതിരുന്നാൽ അത് അമാനത്തിനെതിരാകുന്നു. ഇനി എങ്ങനെയാണ്? ജനങ്ങൾക്കിടയിൽ വിധി നിങ്ങൾ പറയുകയാണെങ്കിൽ ബിൽ അദിൽ, നീതി അനുസരിച്ച് വിധി പറയണം. നീതി എന്താന്നുള്ളത് നേരത്തെ ഷെയ്ഖ് ഉസൈമീന്റെ വാചകത്തിന് പറഞ്ഞു. അള്ളാഹുവിന്റെ കിതാബിനോടും ശർഅനോടും യോജിച്ചതെന്തോ അതാണ് നീതി. ഇവിടെ നിങ്ങൾക്ക് വളരെ ഏറ്റവും നല്ല ഒരു ഉപദേശമാകുന്നു അള്ളാഹു നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന ഒരു താക്കീതോടുകൂടിയാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു? അമാനത്ത് നിർവഹിക്കുന്നുണ്ടോ? നീതിമത്തല്ലാത്ത നിലക്ക് മതത്തിന്റെ വിഷയത്തിലാകട്ടെ, വ്യക്തികൾക്കുള്ള ഇടയിലുള്ള വിഷയത്തിലാകട്ടെ, നിങ്ങൾ അതിൽ തീരുമാനം പറയുന്നത് എന്തായിരുന്നാലും അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ഇതൊരു താക്കീതാണ്. നിങ്ങൾ മര്യാദക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. മര്യാദക്കെതിരായിട്ടാണോ പ്രവർത്തിക്കുന്നതെങ്കിൽ അതും അള്ളാഹു കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന താക്കീതോടു കൂടിയാണ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാൻ, ഇപ്പറയുന്നതനുസരിച്ച് മനുഷ്യർ നീതി അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ കോടതിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ അവസാനിക്കുമായിരുന്നു, നാട്ടിൽ നിർഭയത്വം ഉണ്ടാകുമായിരുന്നു, ജനങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകുമായിരുന്നു. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇരുമ്പെടുക്കേണ്ടി വരുന്നത്, കോടതി ആവശ്യമായി വന്നത്, പോലീസ് ആവശ്യമായി വന്നത്, പ്രശ്നങ്ങൾ തീരാത്തത്. ഇനി സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പന, നിങ്ങൾ അള്ളാഹുവിന് സാക്ഷികളായി നീതി നിർവഹിക്കുന്നവരാകണം. വിശ്വാസികൾ വിളിച്ചിട്ടല്ല പറഞ്ഞത്. ആർക്ക് സാക്ഷി? അള്ളാഹുവിന് സാക്ഷികളായി. അപ്പൊ അള്ളാഹുവിന്റെ സാക്ഷിയാകണം നമ്മൾ. അള്ളാഹുവിന്റെ ദീന സാക്ഷിയാകണം. അള്ളാഹു പഠിപ്പിച്ച ഹക്കിന് സാക്ഷിയാകണം. ഇത് ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ, സൂറത്ത് മാഇദയിലും സൂറത്ത് നിസായിലും ഒക്കെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറയുന്നിടത്ത് അതിന്റെ ശേഷ കാര്യമുള്ളവരാണ് വലു അല അംഫുസിക്കും. ഒരു തീരുമാനം പറയുമ്പോ വ്യക്തിപരമായ വിഷയത്തിലെ, കുടുംബപരമായ, ദുനിയാവിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വലു അല അംഫുസിക്കും, വിധി പറയുന്നത് ആ വിധി പറയുന്ന എനിക്കെതിരാണെങ്കിലും, അവിൽ വാലിദൈനി ബാപ്പക്കുമ്മക്കെതിരാണെങ്കിലും, അവിൽ അക്രബീന ജ്യേഷ്ഠനും സഹോദരനും പങ്ങക്കും അളിയനും പുതിയാപ്പാൾക്കും എതിരാണെങ്കിൽ പോലും, നോക്കൂ, ഭൗതിക വിഷയത്തിൽ പോലും ഖുർആൻ എന്താ, ഈ അടുത്ത ആളുകൾക്കെതിരാണ് മധ്യസ്ഥനായ വിധികർത്താവായ ആൾ വിധി പറയേണ്ടി വരുന്നത് എങ്കിൽ പോലും പുതിയാപ്പിളക്കെതിരായാലും ഭാര്യക്കെതിരായാലും ബാപ്പക്കെതിരായാലും സഹോദരക്കെതിരായാലും മക്കൾക്കെതിരായാലും ഹക്കിന്റെ പക്ഷത്ത് നിൽക്കണം. നീതി അനുസരിച്ച് വിധിക്കാൻ പാടുള്ളൂ. ഏതില്? ദുനിയാവിന്റെ വിഷയത്തിൽ പോലും. അപ്പൊ മതത്തിന്റെ വിഷയത്തിലാണെങ്കിലോ എന്താണോ ഉള്ളത് ഹക്കായി പറയാൻ സാധിക്കണം. എന്നിട്ട് ആയത്തിന് അള്ളാഹ് പറയാൻ, ഇനി ധനികനാകട്ടെ ദരിദ്രനാകട്ടെ, അത് നിങ്ങൾ നോക്കണ്ട. ധനികന് വേണ്ടിയൊരു വിധി, ദരിദ്രനെതിരായ ഒരു വിധി, അല്ലെങ്കിൽ ദരിദ്രന് വേണ്ടിയൊരു വിധി, അത് പറ്റൂല. മറ്റേ പൈസക്കാരനല്ല അബ്ബനെ അനുകൂലമായി വിധിക്കുക, അത് പറ്റൂല. അള്ളാഹുവാണ് രണ്ടാളോടും ഏറ്റവും അടുത്തവൻ. അപ്പൊ ദരിദ്രനാണോ ധനികനാണോ എന്നതുകൊണ്ട് അനുകൂലമോ അല്ലെങ്കിൽ പ്രതികൂലമോ ആയ വിധി ഉണ്ടാകാൻ പാടില്ല. വലാ തത്തബിഉൽ ഹവാ, ഒരിക്കലും വിധി പറയുമ്പോൾ ഇച്ഛയെ നിങ്ങൾ പിൻപറ്റരുത്. അൻ തഅദിലു, നിങ്ങൾ നീതി പറയാൻ, എന്നാൽ നീതി പറയുന്നതിൽ തടസ്സമാകുന്ന നിലക്ക് ഇച്ഛക്കനുസരിച്ചല്ല,
പിന്നെന്തിന് അനുകൂലമായി പറയണം? അള്ളാഹുവിന്റെ നിയമത്തിന് അനുകൂലമായി പറയണം. ഇനിയോ നിങ്ങൾ വൈൻ തൽവു, നിങ്ങൾ വളച്ചൊടിക്കുകയോ ഔ തൊഴിലുന്നു, അല്ലെങ്കിൽ മര്യാദക്ക് പറയുന്നത് നിങ്ങൾ അവഗണിച്ചാൽ ഫൈനല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നത് അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ് എന്നൊരു താക്കീത് ഇവിടെയും അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ മതത്തിന്റെ വിഷയത്തിലായാലും ഭൗതിക വിഷയത്തിലായാലും അവിടെ ഇച്ഛക്കനുസരിച്ചല്ല, നീതിക്കും ഖുർആനും അനുസരിച്ചാണ് വിധി കൽപ്പിക്കേണ്ടത്. ഇനി വിധി പറയേണ്ടവൻ വിധി വളച്ചൊടിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ, ഹക്ക് ഹക്കായി പറയേണ്ടടുത്ത് പറയാതിരുന്നാൽ, ബാത്തിനത് ബാത്തിലാണ് എന്ന് പറയേണ്ടത് പറയാതിരുന്നാൽ, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന താക്കീത് നിങ്ങൾക്കുണ്ടാകണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ വിശ്വാസികളെ ഒരു വിഭാഗത്തോടോ ഒരു വ്യക്തിയോടോ ഉള്ള ശത്രുത, വിദ്വേഷം നീതി പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ല. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തികൾക്കെതിരായിരുന്നാലും അല്ലാത്തവർക്കെതിരായിരുന്നാലും മതപരമായ വിഷയത്തിലാണെങ്കിലും ഭൗതിക വിഷയത്തിലാണെങ്കിലും ഫസാദ് ഇല്ലാതാക്കുക എന്നത് ഇസ്ലാം ലക്ഷ്യം വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിൽ ആര് അമാന്തം കാണിക്കുന്നുവോ അവർ ആ കുറ്റത്തിൽ പങ്കാളികളായിരിക്കും എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ശരിയായ സ്വലാഹോടുകൂടി നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളാണ്.